ഇന്ന് പേരാപ്പൂര് പൊങ്കാലയാണ്. പൊങ്കാലയുടെ തയ്യാറെടുപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല, എല്ലാം പെട്ടെന്നൊക്കെ ചെയ്യേണ്ടി വന്നു. അതെ, പൊങ്കാലിടാൻ പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ കാണാം. ഇനി എന്തെങ്കിലും എടുക്കാണ്ടോ? സാധനങ്ങളായി, ഹാരമായി, തോർത്തായി, എല്ലായി. ഗോതമ്പും ചുട്ട് കൊടുക്കാം. മക്കളെ പോയി വാങ്ങിച്ചോണ്ടോ, എന്താന്ന് വെച്ചാ പോയിട്ടോ. എടാ ഒരു പൂരിയും കൂടെ കഴിക്കണേ. വേണ്ട, മുട്ടായി വേണ്ട, ഫ്രിഡ്ജിന്റെ മേളിൽ ഇരിക്കണം, ആ മുട്ടായി കഴിച്ചാൽ മതി. പിന്നെ ഒരു 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 പൂരിയും കൂടെ കഴിക്കണേ. ഓ 9 മണിക്ക് 9 മണിക്ക് ഓ 9 മണിക്ക് ഇറങ്ങി പോയിട്ട് ഇപ്പൊ വരാം. ഓ പെട്ടെന്ന് വരും, പെട്ടെന്ന് വരും, പെട്ടെന്ന് വരും. ഞാൻ ആക്ച്വലി ഇറങ്ങിയതാണേ. അപ്പൊ എൻ്റെ കൂടെ ഇരിക്കുന്ന അനുചേച്ചി നിങ്ങൾക്കറിയാം, അറോറ ബ്യൂട്ടി പാർലറിലെ എന്നെ മേക്കോവർ ചെയ്ത് കോലത്തിലാക്കി ചേച്ചി. അപ്പൊ ചേച്ചി എൻ്റെ കൂടെയാണ് പൊങ്കാലൊക്കെ ഇരിക്കുന്നത്. ചേച്ചിക്ക് ഞാൻ അടുപ്പ് പിടിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പൊ ചേച്ചി തേങ്ങ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്കുള്ള തേങ്ങ തിരിവ് ഇറങ്ങിയതായിരുന്നു. അപ്പൊ വേണ്ട, തേങ്ങ തിരിവിട്ട് പോണ്. പെട്ടെന്ന് വരും, പെട്ടെന്ന് വരും. ഒരുപാട് പേര് കാണും പൊങ്കാലയ്ക്ക്. ചോറ് കൊണ്ടുവരും. ഓ ചോറ് കൊണ്ടുവരാം. ഇല്ല മഞ്ഞ, ചോറ് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാൻ പോവുള്ളൂ. ചോറ് 12:30-ക്കാണ്, 11:45 നേരിക്കും. അപ്പൊ പിന്നെ ഞാൻ പിന്നെ പോയിട്ട് എങ്ങനെ വരണേ? അവിടെ നിന്നിട്ട് പിന്നെ എങ്ങനെ പോണേ? അതിനെക്കാട്ടി ഇവിടെ വന്ന് പൊങ്കാലയൊക്കെ കൊണ്ടുവച്ചിട്ട് പോയാ പോരെ. പെട്ടെന്ന് വരാം. എല്ലാം കൂടെ വച്ചോണ്ട് പോവാ അമ്മ, കുഴപ്പമില്ല, അല്ലെങ്കിൽ പാട്. ചോറൊക്കെ കൊണ്ടുവരണേ. കൊണ്ടുവരാം. ഇതാണ് നമ്മുടെ പേരാപ്പൂർ അമ്പലത്തിനകം കേട്ടോ. അമ്പലത്തിനകം ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ എത്തിയപ്പോൾ പൊങ്കാല സമയം ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചേട്ടൻ എപ്പോഴും ഒന്ന് ഫുൾ വീഡിയോ എടുത്തു, അപ്പോൾ അത് കുറേയൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. എല്ലാം കൂടി ഒരു വീഡിയോക്കകത്താക്കി ഭയങ്കര ബോറായി പോകില്ല. ഇടയ്ക്കിടയ്ക്ക് കയറ്റാവേ. അപ്പോൾ ഈ കാണുന്നവരാണ് നമ്മുടെ അമ്പലത്തിലെ അമ്മയുടെ ദാസിമാരോ അങ്ങനെ പറയുമല്ലോ, അതായത് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൻറ്റിയും. പിന്നെ ഇതുപോലെ ഉത്സവ സമയത്ത് വരുന്ന ആൾക്കാരൊക്കെയാണ് അവരെ കേട്ടോ. ഇന്നലെ ഞാൻ ഒരു റീലിട്ടപ്പോൾ ആ റീലിൽ ഇവരുടെ ഫേസ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എന്നോട് പിറ്റേ ദിവസം ഭയങ്കര പരാതി അറിഞ്ഞു, ഓട്ടിച്ച് കാണിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം വീഡിയോ ആയിട്ട് വരും, അതിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞേ. അങ്ങനെയാണ് അത് നിരത്തിപ്പിടിച്ച് എല്ലാവരെയും കാണിക്കുന്നത്. എല്ലാവരും ഈ പൊങ്കാലയുടെ പാത്രങ്ങളൊന്ന് നോക്കിയേക്കണേ. പൊങ്കാല കലങ്ങളാണോ അല്ലെങ്കിൽ മൺകലങ്ങളാണോ വെങ്കല പാത്രങ്ങളാണോ, ഏത് പാത്രത്തിലാണ് എല്ലാവരും പൊങ്കാല ഇടുന്നതെന്നൊന്ന് നോക്കിയേ. ഞാനൊരു റീലിട്ടപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ അമ്പലത്തിൻ്റെ പുറകുവശത്താണ് ഇരിക്കുന്നത്, ആൽത്തറ ചുവട്ടിലൊന്ന്. ഇതാണ് ആൽത്തറയുടെ ചുവട്. ഇവിടെ ഒരുപാട് പേര് വരും കേട്ടോ, നല്ല തണലാണ് ഇവിടെ. താഴ്വശത്ത് ഒരുപാട് പൊങ്കാലുണ്ട് കേട്ടോ. റോഡിലാണ്, അതാണ് മെയിൻ ഗേറ്റ്, മെയിൻ എൻട്രി അവിടെയാണ്, റോഡ് സൈഡാണ്. അവിടെയും റോഡിൽ ഒരുപാട് പൊങ്കാലുണ്ട്. പെട്ടെന്ന് തന്നെ അടുപ്പിൽ തീ കത്തിച്ചേ. അടുപ്പിൽ തീ കത്തിച്ച ഉടനെ പിന്നെ ഇവിടെ വലിയ പുകയും ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സമാധാനപരമായിട്ട് പൊങ്കാലിടാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എൻ്റെ അമ്മയുടെ പന്തലക്കോടും എൻ്റെ വല്യമ്മയുടെ സ്ഥലമായ മരുതമൂട്, അതായത് പോത്തൻകോടിനടുത്ത്, അവിടെ നിന്നൊക്കെയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് സംസാരിച്ചു. എല്ലാവർക്കും അറിയാം, നമ്മുടെ വീഡിയോയൊക്കെ കാണുന്നുണ്ട് സ്ഥിരം. എല്ലാവരും വന്ന് കുറേ നേരമൊക്കെ സംസാരിച്ചു. വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ട് തീരുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടുകാർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വീഡിയോ ഒക്കെ എടുത്ത് എല്ലായിടവും അറിയിക്കുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് താഴ്വശത്ത് റോഡ് സൈഡിലുള്ള പൊങ്കാലെ. അവിടെ ഒരുപാട് പൊങ്കാല ഉണ്ടായിരുന്നു എന്ന് ചേട്ടൻ പറയുന്നത് കേട്ടോ. ഞാനങ്ങോട്ട് പോയില്ല, ഞാൻ പുറകുവശത്തിന് ഉണ്ടായിരുന്നു. പൊങ്കാലിട്ട് കഴിഞ്ഞിട്ടും പോകാൻ പറ്റില്ല, കാരണം അമ്മയ്ക്ക് ഫുഡൊക്കെ കൊണ്ടു കൊടുക്കേണ്ട തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്ന് വിശാലമായിട്ട് നടന്നൊരിടവും കാണാൻ പറ്റിയില്ല. സാധാരണ നമ്മൾ പൊങ്കാലൊക്കെ ഇടാൻ പോയാൽ പൊങ്കാല അടുപ്പ് തിളച്ച് കഴിഞ്ഞ് നമ്മുടെ പായസമൊക്കെ വെന്ത് കഴിഞ്ഞാൽ അടച്ച് മൂടി വെച്ചിട്ട് പിന്നെ നമ്മളൊരു കറക്കമില്ല. അത് ഏതമ്പലത്തിൽ പോയാലും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ആറ്റിലമ്പലത്തിൽ പോയാൽ പിന്നെ കിലോമീറ്ററോളം നടക്കും. സാധാരണ നമ്മൾ നടക്കാത്ത എത്രയും ദൂരം അന്ന് നടക്കും. അന്ന് പിന്നെ നമ്മുടെ സ്ത്രീകളുടെ ഭരണമാണല്ലോ നടു റോട്ടിൽ.
അതുപോലെ തന്നെ നമ്മൾ അടുത്തുള്ള പൊങ്കാലയ്ക്ക് പോയാലും നമ്മൾ ചുറ്റിത്തിരിയാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെയൊന്നും മെനക്കെട്ടില്ല. മെനക്കെടാത്തല്ല, അതൊരു സന്തോഷമാണ്. പക്ഷേ പറ്റിയില്ല, അമ്മ ഇച്ചിരി വയ്യായിക്കുള്ള സമയമല്ലേ. അപ്പോൾ ഇതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിലോട്ടൊന്ന് പോകണമെന്ന് തോന്നിയതുകൊണ്ട് അതിൻ്റെ പുറകിലായിപ്പോയി. ഒരുപാട് പേരുടെ സംശയമാണ് ഇത് ഏത് അമ്പലമാണ്, ഇത് എവിടെയാണ് സ്ഥലം എന്ന് തുടങ്ങി കുറേ സംശയങ്ങൾ ഞാൻ കമൻ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കരുതി ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കയറ്റാം എന്ന് കരുതി. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് കുടപ്പനക്കുന്ന്, അതായത് പേരൂർക്കടയ്ക്കും നമ്മുടെ സിവിൽ സ്റ്റേഷനും നടുക്കായിട്ട്, സിവിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതേ കുടപ്പനക്കുന്നിലാണ്, പക്ഷേ സിവിൽ സ്റ്റേഷൻ നമ്മളൊരു സെപ്പറേറ്റ് സ്റ്റോപ്പായിട്ട് പറയും. അപ്പോൾ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ നിന്ന് കുടപ്പനക്കുന്ന് നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ നമുക്ക് നേരെ ചെല്ലാൻ പറ്റുന്നത് നാലാഞ്ചിറ, അല്ലെങ്കിൽ ഈ പറയുന്ന പേരാപ്പൂർ, മീൻസ് നമുക്ക് അതുവഴി ഈ ഇടത് സൈഡിൽ കൂടി കുടപ്പനക്കുന്നിൽ കൂടെ തന്നെ നമുക്ക് ഒരുപാട് ഭാഗത്ത് പോകാൻ പറ്റും. കുടപ്പനക്കുന്നിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്ന നാലാഞ്ചിറ പോകുന്ന റൂട്ടും ഈ പറയുന്ന പേരാപ്പൂർ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കറക്റ്റ് പറഞ്ഞാൽ കുടപ്പനക്കുന്ന് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് പേരാപ്പൂർ അമ്പലം. കുടപ്പനക്കുന്നിൽ നിന്ന് പല ഭാഗത്തായിട്ട് നമുക്ക് വിഭിന്നമായിട്ട് തന്നെ പോകാൻ പറ്റും. അത്രയും വഴികളുണ്ട്. അപ്പോൾ അത് ഈ നാട്ടിനെ അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, പക്ഷേ ദൂരെ നിന്നുള്ളവർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവണമെന്നില്ല. ഈ കാണുന്ന വലത് സൈഡിലോട്ട് പോകുന്ന ഈ റോഡാണ് നമ്മളെ പേരാപ്പൂർ അമ്പലത്തിൽ നിന്ന് കുടപ്പനക്കുന്നിലോട്ട് പോകുന്ന വഴിയെ. ഇതിൻ്റെ ഇടത് സൈഡിലോട്ടാണ് നമ്മളെ മുക്കോല സെൻറ്റ് തോമസ് സ്കൂൾ, നാലാഞ്ചിറ, ചുഴമ്പാല അങ്ങോട്ടൊക്കെ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവുമായിരിക്കും. അങ്ങനെ ഈ ചുറ്റി നടക്കുന്ന വിശേഷങ്ങൾക്കിടയിൽ എൻ്റെ പൊങ്കാല ഇവിടെ തിളച്ച് മറിയുന്നുണ്ടായിരുന്നേ. തിളച്ച് മറിയുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം, അല്ലെങ്കിൽ ഒരു ഭക്തിസാന്ദ്രമായ നിമിഷം, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പൊങ്കാല തിളച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ശൈലജ ആൻറ്റിയുടെ അന്നദാനം ഉണ്ടായിരുന്നേ. എല്ലാ വർഷവും ഉള്ളതാണ്. ഞാൻ വന്നിട്ട് 2-3 വട്ടമേ പോയിട്ടുള്ളൂ പൊങ്കാല ഇടാനായിട്ടെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ ഉണ്ട്. സ്ഥിരമൊന്നും ഞാനിവിടെ പൊങ്കാല ഇടാൻ പോവില്ലായിരുന്നു, കാരണം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാളില്ല, അങ്ങനെ തുടങ്ങി കുറച്ച് ദിവസങ്ങളൊക്കെ വന്നിട്ട് പോലും. ഇപ്പോഴാണ് ഒരു 3-4 വർഷമായിട്ട് സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പോൾ തൊട്ട് ആഹാരമുണ്ട്. അപ്പോൾ പിന്നെ ആഹാരം കഴിക്കാൻ പോയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു വീഡിയോ എടുത്തിടണേ, നമ്മളെ ഫേസും കൂടി വരണേ എന്നൊക്കെ. നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ സൂക്ഷിച്ച് നോക്കിയ ഒരു തല കാണാൻ പറ്റും, പരിചയമുള്ളൊരു തല. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ലെന്നും പറഞ്ഞ് നിൽക്കണ്ട. കൊണോത്ത മട്ടിൽ കുനിഞ്ഞ് നിൽക്കുവാണ്. ഞാൻ ക്യാമറ എടുക്കണമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും കുനിഞ്ഞ് നിന്നതാ. ഞാൻ വിടുവോ? അങ്ങനെ കൃത്യം 11:45 തന്നെ നമ്മൾ പൊങ്കാല നിവേദ്യം കഴിഞ്ഞോടെ എനിക്ക് എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതിയായിരുന്നു. അവിടെ ഒരാൾ പൊങ്കാലയും കാത്തിരിപ്പോണ്ടേ. എത്ര ഓർമ്മയില്ലെങ്കിലും ഞാൻ പൊങ്കാല ഇടാൻ പോയാൽ പൊങ്കാല കിട്ടും, ഇപ്പോൾ അവൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ വെപ്രാളപ്പെട്ട് വീട്ടിലോട്ട് പോയതാണേ. ഊണുണ്ടായിരുന്നു, ഉണ്ണാൻ പോലും നിന്നില്ല. ഞാൻ കരുതി വീട്ടിൽ പോയി അമ്മയ്ക്ക് പൊങ്കാല പ്രസാദവും കൊടുത്തിട്ട് തിരിച്ച് വന്ന് ചോറ് വാങ്ങിച്ച് കൊടുക്കാമല്ലോ, അങ്ങനെ കരുതി തന്നെയാണ് വെപ്രാളപ്പെട്ട് വീട്ടിൽ പോയത്. ഞാൻ പൊങ്കാല കഴിഞ്ഞ് വീടെത്തിയേ. സാധാരണ ഞാൻ പൊങ്കാല കഴിഞ്ഞ് പൊങ്കാലയ്ക്ക് പോയാലും അമ്മ ഇവിടെ ഉണ്ടാവും, ഈ പരിസരത്തുണ്ടാവും. ഇന്ന് വയ്യ, അവിടെ കിടക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ, വന്നില്ല. എന്തായാലും ഞാൻ ഇച്ചിരി പ്രസാദം അപ്പുറത്ത് കൊടുത്തിട്ട്, അതെ കിടക്കുകയാണ്, നടങ്ങി കിടപ്പുണ്ട്. പ്രസാദിനെ അപ്പുറത്ത് കൊടുത്തിട്ട് അകത്ത് കയറണുള്ളൂ, അപ്പോഴത്തേക്കും കൊണ്ട് കൊടുക്കാം. വന്നോണ്ടാണ് ഇപ്പം എനിക്ക് വയ്യ വന്നെ. പിന്നെ അവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞില്ലല്ലോ. ഗേറ്റിൻ്റെ അവിടെ കാണാതിരുന്നപ്പോഴേ മനസ്സിലായി വയ്യാന്ന്. ഞാൻ അവിടെ കുറച്ച് ഫ്രണ്ടിൽ കൊടുത്തിട്ട് എടുത്തത്. ഞാൻ പായസം എടുക്കാം ഇപ്പം, കേട്ടാ കേട്ടാ. അയ്യോ, കവറിനകത്തുനിന്ന് എല്ലാം വെളിയിലെടുത്ത് നടയിലൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ കിട്ടിയതാണ്, കവറിനകത്തുനിന്ന് വെളിയിലെടുത്ത്. അപ്പം ഇനി തുറന്നിട്ട് തീർത്ത് വന്ന കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം. കുറച്ച് മാത്രം വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കണം. എല്ലാവരും കഴിക്കണം, ഉറക്കൊക്കെ കൊടുക്കണം. നമ്മൾ കുറച്ച് കഴിച്ചാൽ മതി. പ്രസാദമില്ലേ, ഇച്ചിരി കഴിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ മിച്ചം. മെയിനാൾ ഇരിപ്പുണ്ട്. മെയിനാൾക്ക് വയ്യായ്ക ഉള്ളതുകൊണ്ടാണ് മെയിനാൾ അവിടെ എങ്ങനെ തന്നെ ഇരിക്കണം. ഇല്ലെങ്കിൽ എപ്പോഴേ പാത്രമായിട്ട്, നിങ്ങൾക്കറിയാമല്ലോ, പാത്രമായിട്ട് എത്തിയാനെ. ഇനിയിപ്പോൾ കോരി കൊടുക്കട്ടെ. അമ്മ നിങ്ങൾ അങ്ങോട്ട് വരുമോ? ബാ. പാത്രം എടുത്തോണ്ട് വരാം.
ഇഡ്ഡലി ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചേ എടുക്കുന്നുള്ളൂ. ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലോ എങ്ങനെ ഇരിക്കണമെന്ന് അറിയത്തില്ല. ഇന്നലെ എന്റെ കുഞ്ഞുഞ്ഞ് ഉത്സവ പറമ്പിൽ പോയപ്പോ 2 ബലൂൺ അടി ഉണ്ടാക്കി. അവളെ അപ്പം തന്നെ പൊട്ടിച്ച്, എന്നിട്ട് അവന്റെ എടുത്ത് ഒളിച്ചുകൊണ്ടിരിക്കണം അടുക്കളയിൽ. ആരും കാണാതെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ് അടുക്കള. ചൂച്ചിച്ച് വെക്കിട്ട് അമ്മ ചൂച്ചിച്ച് വെക്കണേന്ന് പറഞ്ഞിട്ടാണ് പോയത്. ചൂച്ചിച്ച് ഇവിടെ അതും അടുക്കളയില് പൊട്ടിത്തെറിക്കുമെന്തോ. വാ ഇരിക്കും. അയ്യോ അവിടെ ഇരിക്കണം. അയ്യോ ഇവിടെ ഇരിക്കണത്, അങ്ങോട്ട് കേറി ഇരിക്കേണ്ടതിന്റെ പകരം ഇതെന്ത് എണീറ്റിട്ട് ഇരിക്കേ. അയ്യോ അങ്ങോട്ടിരിക്കും. ഒരു ഓർമ്മയില്ലേ അമ്മ നിങ്ങൾക്ക് വന്ന് വന്ന് എന്തിരി ചെയ്യണം ഏത് ചെയ്യണോന്ന്? കുളിക്കാത്തെന്ത് ഇത്രയും സമയമായില്ലേ? കുളിച്ച് എപ്പൊ കുളിച്ച്? ആരും പറഞ്ഞത്? അങ്ങനെ പറ, കുളിച്ചില്ല. അത് ന്യായം. ഞാനേ അപ്പുറത്തും കൂടെ ഇത്തിരി പായസം കൊടുക്കട്ടെ. അപ്പുറത്ത് കൊടുക്കണം, കുഞ്ഞുഞ്ഞിന്റെ അംഗൻവാടിയിൽ കൊടുക്കണം. ഈ പായസം ഫുള്ള് ഞങ്ങളൊരു ഇച്ചിരി പൂരം കഴിച്ചിട്ട് ഇപ്പൊ തന്നെ തീർക്കും. കാര്യം വൈകുന്നേരം ഇനി പിന്നാട്ടുണ്ട്. പിന്നാട്ട് വൈകുന്നേരമാണ്. പിന്നാട്ടല്ല പുന്നാട്ട്. എന്നോട് ആരോഗ്യത്തെ വിലക്കി പിന്നാട്ടെന്ന് പറയല് പുന്നാട്ടം. ഞാൻ ഈ അമ്മയും ചേട്ടനൊക്കെ പറഞ്ഞ് കേട്ട് 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 പിന്നാട്ടെന്നേ പറയുള്ളൂ. പുന്നാട്ടാണ് അങ്ങനെ പറയാൻ പറഞ്ഞു. ഈ കുഞ്ഞുവിന്റെ പാത്രം ഇവിടെ എന്തോ ഇവിടെ കഴുകി ഞാൻ വച്ചിരുന്ന പ്ലാസ്റ്റിക് പാത്രം. ബെസ്റ്റ് ഇതാടകം. മധുരം ഉണ്ടാ അമ്മ ആവശ്യത്തിന്? കൊള്ളാമോ? രുചി ഉണ്ടാ? പതുക്കെ തിന്നെ, മണ്ടേ കേറും. പതുക്കെ തിന്നെ. ഇതെന്റെ കുഞ്ഞു പെണ്ണിന്റെ കൂടെയുള്ള കുഞ്ഞു മക്കൾക്കാണേ. കുഞ്ഞു പെണ്ണ് അങ്കൻവാടി കൊടുത്താൽ തിന്നും, വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തൊക്കെ തിന്നൂല. അപ്പൊ ഇതായി, അവിടെ ആയി. ഇനി അപ്പുറത്തും കൂടെ കൊടുക്കാൻ കുറച്ച്. അങ്ങനെ മത്സരങ്ങളൊന്നും ഇല്ലാണ്ട് പൊങ്കാല തീർന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചേട്ടന് വേണ്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ. എനിക്ക് കുറച്ച് മതി, ഇച്ചിരി മതി. ഇതാ ഇത്രയേ ഉള്ളൂ. കാര്യം ഇനി രാത്രിയിലത്തെ പൊങ്കാല നമുക്ക് ആർക്കും കൊടുത്ത് തീർക്കാൻ പറ്റൂല. രാത്രി പിന്നാട്ടെന്ന് വരുമ്പോ രാത്രിയാവും. അപ്പൊ അതുകൊണ്ട് ആ പൊങ്കാല നമുക്ക് തിന്നാം. പിന്നൊരു കാര്യം, ഈ പാത്രം വെങ്കല പാത്രമാണേ. ഇപ്പൊ ഇച്ചിരി കരിയൊക്കെ ആയിരിപ്പുണ്ട്. പക്ഷെ ഇത് ഞാൻ പൂവിട്ട് കെട്ടി വെച്ചെന്ന് എങ്ങനെ നിങ്ങളെ കണ്ടേ. ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കേട്ട ഏറ്റവും വലിയൊരു വിമർശനമാണ്, നിനക്ക് എന്തെങ്കിലും ഗതിയില്ലേ, നല്ലൊരു പാത്രം വാങ്ങാൻ പറ്റൂലേ, മൺകലത്തിട്ടൂടെ, അങ്ങനെ തുടങ്ങി കുറെ പേര് നല്ലതായിട്ട് ചിത്രീകരിച്ചവരും ഉണ്ട്. നന്നായിട്ട്, അതായത് മൺകലത്തിട്ടൂടെ എന്ന് ചിത്രീകരിച്ചവരും ഉണ്ട്. അതെല്ലാം നിനക്ക് വേറെ ഗതിയില്ലെന്ന് ചോദിച്ചവരും ഉണ്ട്. അപ്പൊ ഞാൻ അപ്പോഴേ വിചാരിച്ചെന്നൊന്ന് പറയണോന്ന്. ഇന്നത്തെ പൊങ്കാലയ്ക്ക് ഇന്ന് നിങ്ങൾ ഇപ്പൊ കണ്ടില്ലെങ്കിൽ ഒന്നും കൂടെ പുറകിലോട്ടെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇന്നത്തെ പൊങ്കാലയ്ക്ക് എത്ര പേര് മൺപാത്രത്തില് പൊങ്കാല ഇട്ടിട്ടുണ്ടെന്നോ നോക്കിയേക്കണേ. എല്ലാരും വെൺകലത്തിലായിരുന്നു. ഞാൻ വെങ്കലത്തിലാണ് വർഷങ്ങളായിട്ട് പൊങ്കാല ഇടുന്നത്. വെങ്കലമാണ്. ഇതിന് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കും. അപ്പോ കുറെ പേര് ചോദിച്ചിരുന്നു, വെങ്കലത്തില്, അതായത് മൺപാത്രം വാങ്ങാൻ നിവൃത്തിയില്ലേ, പൈസ ഇല്ലേ എന്നൊക്കെ ചോദിച്ച്. ഞങ്ങള് ഒരു വെൺകല പാത്രമേ വാങ്ങുള്ളൂ. അതായത് ഈ ഒരു വെൺകല പാത്രം എനിക്ക് 2 ടൈപ്പ് ഉണ്ട്, ഒരു ചെറുതും ഒരു വലുതും ഉണ്ട്. ഈ ഒരെണ്ണം ഞങ്ങൾ പൊങ്കാല ഇടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നമ്മൾ ഈ ഉപയോഗിക്കുന്ന വെൺകല പാത്രം, ഇപ്പൊ ഇത് ചെറിയൊരു വെൺകല പാത്രം, ഇനി വലിയൊരു വെൺകല പാത്രം ഉണ്ട്. ഇപ്പൊ നിറച്ചരിയാണെങ്കിൽ ഒരു 1 കിലോ 1/2 കിലോ കൂടുതലാണെങ്കിൽ ഞാൻ ആ പാത്രം എടുക്കും. കുറച്ചരിയാണ് ഞാൻ കുറച്ച് ഇടുള്ളൂ. കാരണം ഞാൻ പറയുന്നത് 2 പൊങ്കാലയുണ്ട്. പിന്നെ ആറ്റുകാൽ സമയത്തും എനിക്കറിയാതെ കുറച്ച് മണ്ടപ്പുറ്റുണ്ട്, തിരളിയുണ്ട്. അപ്പൊ ഒരു ചെറിയ വെൺകല പാത്രത്തിന്റെ ആവശ്യമുള്ളത് ഈ പാത്രം എടുത്തു, ഇതിൽ പൊങ്കാല ഇട്ടു. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തുള്ളവര് ഈ വെൺകല പാത്രത്തിലാണ് കൂടുതലും പൊങ്കാല ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഈ വിമർശിച്ചവരൊക്കെ വേറെ നാട്ടുകാരാണോ, അതിനി അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. മൺകലത്തിലിടും. ആറ്റുകാൽ അമ്മയ്ക്ക് മൺകലമാണ് പ്രധാനമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് വെൺകലത്തിലാണ് ഇടുന്നത്. വെൺകലവും പ്രധാനമാണ്. വെൺകലത്തിൽ ഇട്ടിട്ട് ആ പാത്രത്തിനെ കൊണ്ടുവന്ന് കഴുകി പിന്നെ തട്ടിൽ കയറ്റിയാൽ പിന്നെ അടുത്ത പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുള്ളൂ.
അതുപോലെ തന്നെയാണ് ഞാൻ ഉപയോഗിച്ച ഇഡ്ഡലി പാത്രം. അത് ചണങ്ങി എന്ന് പറഞ്ഞ് കുറെ പേര് വന്ന് പറഞ്ഞു. ഞാൻ പൊങ്കാലയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണത്. അത് നിങ്ങൾക്കറിയാലോ, ആറ്റൽ പൊങ്കാലയല്ലേ, ഇന്നല്ലേ നമുക്ക് വണ്ടികളും തട്ടും മുട്ടൊക്കെ ഇല്ലാണ്ട് സുഖമായിട്ട് പോകാൻ പറ്റുന്ന. കുറച്ച് ഒരു 3-4 വർഷം മുന്നേ വരെയൊക്കെ നമ്മൾ ബസ്സിലാണ് പോയി വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വെൺകല പാത്രം, ഈ പാത്രങ്ങളൊക്കെ നമ്മൾ ബസ്സിലേക്ക് ഇടുക്കി കയറ്റുമ്പോൾ ചണങ്ങി പോകൂലേ. എല്ലാരും വന്നൊരു പാത്രം വാങ്ങാൻ ഗതിയില്ലേയും ചോദിച്ചു. പാത്രം വാങ്ങാൻ ഗതിയില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഇഷ്ടമാണിത്. നമ്മുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങൾക്കോ വേണ്ടി നമ്മളൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു സാധനമോ മാറ്റി വെച്ചിട്ട്, എന്തിന് തവി പോലും പൊങ്കാലയ്ക്കുള്ളതാണ്. ഇത് പൊങ്കാലയ്ക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഇത് വിമർശിച്ചവരോടൊന്ന് പറയുന്നതാണ്. നിങ്ങൾ അറിവില്ലെങ്കിൽ അറിവിലേക്കായിട്ട് പാകുന്നതാണ്. ഇതിനിപ്പോ കഴുകി ഞാൻ സുന്ദരിയാക്കി മാറ്റി വെക്കും. അടുത്ത പൊങ്കാലയ്ക്ക് വീണ്ടും എടുക്കും. ഇന്നിപ്പോ കഴിവും കാര്യം വൈകുന്നേരത്തെ പൊങ്കാലയ്ക്ക് വേണ്ടേ. ഓക്കെ, അപ്പം ഇത് അപ്പുറത്ത് കൊടുത്ത് ഇച്ചിരി പൂരേ ഉള്ളൂ. ഇതെന്റെ കെട്ടിയോന് ഭയങ്കര ഇഷ്ടമാണ് പൊങ്കാല. കെട്ടിയോനാണ് ഇവിടുത്തെ പൊങ്കാലയുടെ ആള്. അല്ല, പിള്ളേരൊന്നും അധികം കഴിക്കൂല. ഇനി ഇത് കുഞ്ഞിപ്പെണ്ണ് അങ്കൻവാടി പോയോണ്ട് കുഞ്ഞിപ്പെണ്ണ് കഴിക്കുമായിരിക്കും. ഒരു വൈകുന്നേരത്തെ എല്ലാവർക്കും കൂടെ വിശാലമായിട്ട് കഴിക്കാം. പേരാപൂരം അമ്മയുടെ ഒരു ഇച്ചിരി നമ്മൾ കഴിക്കും, ബാക്കി എല്ലാവർക്കും കൊടുത്തു. അപ്പൊ ഇനി അടുത്ത പിന്നാട്ട പൊങ്കാല ഇതിന്റെ ബാക്കിയുണ്ട്, അതും കാണാം. അമ്മ കഴിഞ്ഞ് പാത്രം കഴുകി വെച്ച് ഇതാ നിൽപ്പുണ്ട്. പോയി കുളിച്ചിട്ട് വാ ചെല്ല്. പോയി കുളി. ഞാൻ വരണോ? ആ പോ.